Good morning. നിങ്ങളൊക്കെ സ്കൂളിൽ പോയില്ലേ? സമാധാനത്തോടുകൂടി ക്ലാസ് കേൾക്കാം അല്ലെ നിങ്ങൾക്ക്? മോർണിംഗ്. സ്കൂളിലാണ്. എന്തൊക്കെ സ്കൂളിലാണെന്ന് പറയുന്നത് ക്ലിയർ ആയില്ലല്ലോ. നിങ്ങൾ കൂടി പോയിട്ടില്ലോ സ്കൂളില്? ആ ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിറ്റൻഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് അല്ലെ? ഓക്കെ. ഓ, ഞങ്ങളും സ്കൂളിലാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. Patient satisfaction survey benefit for patients and families. Patient and hospital. Okay, hospital patientsനും ഈ സർവേ കൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മള് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ പറഞ്ഞു അല്ലെ? പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷനിൽ എന്താണ് നമ്മൾ പഠിച്ചത്? പേഷ്യൻസിന് എന്താണ് ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഏത് ഡോക്ടറെ ചൂസ് ചെയ്യാനായിട്ടായാലും ഏത് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യണം, അങ്ങനെയുള്ള മെനി ചോയ്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം പേഷ്യൻസിന് ഹോസ്പിറ്റലിനോടൊരു വിശ്വസ്തത അല്ലെ? ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് അസുഖം മാറാനായിട്ട് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും അവിടെയുണ്ട്, നല്ല ബെറ്റർ കെയർ ആണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു വിശ്വാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് അല്ലെ? ഓരോ ഹോസ്പിറ്റലിലും ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്. അതൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഒരു ഗുഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട് അല്ലെ? ഗുഡ് എക്സ്പീരിയൻസ് ലഭിക്കുന്നത് വഴി മറ്റുള്ളവരോട് അവര് എന്താണ് അവരുടെ എക്സ്പീരിയൻസ് പറയാനായിട്ട്, എന്ത് എക്സ്പീരിയൻസ് ഗുഡ് ആയാലും ബാഡ് ആയാലും ആ എക്സ്പീരിയൻസുകൾ മറ്റുള്ളവരോട് തുറന്ന് പറഞ്ഞ്, ഇപ്പൊ ഗുഡ് ആണെങ്കിൽ എന്താണ് മറ്റുള്ളവരും അത് കേട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ഇടവരുന്നുണ്ട്. അതുപോലെ ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഒരു ബാഡ് ഇമേജ് ആ ഹോസ്പിറ്റലിന് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി. എന്താണ് ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാല് കണ്ടന്റ് പേഷ്യന്റ് eventually lead to increased profit for hospitals in many ways. First, contented patients show up for their appointment, which means that hospitals do not lose money on dead hours during the day. Second, they also provide a grand view and patient satisfaction survey result that lead to new patients acquisition and improved patient reimbursement. ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? കണ്ടന്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, നമുക്കറിയാം സാറ്റിസ്ഫൈഡ് സംതൃപ്തിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിന് എന്താണ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ? അത്തരത്തിലുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ എന്താണ് മറ്റുള്ളവരോടും പറയാനായിട്ട് ഇടവരുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങള്, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള കെയർ, നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ? അങ്ങനെ മറ്റുള്ളവര് എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ ന്യൂ പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്, ഹോസ്പിറ്റലിലും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള്, കണ്ടന്റ് പേഷ്യന്റ് ഷോ ദിയർ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് മീൻസ് that the hospital
ഡു നോട്ട് ലോസ് മണി ഇൻ ദാറ്റ് അവേഴ്സ് ഇൻ ഡ്യൂറിംഗ് ഡേ. അല്ലെ, എന്താണ് ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അവർക്ക് എന്താണ് നല്ല രീതിയിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ രോഗികളും അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗികളൊക്കെ തന്നെ അവിടേക്ക് വരാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഡെഡ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികള് ഉണ്ടാകുന്നത് നിൽക്കുന്നില്ല അല്ലെ. ഓരോ നമുക്കിപ്പോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയാലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയാലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നേരം പോലും രോഗികളില്ലാത്തൊരു ടൈം ഉണ്ടാവില്ല ഇല്ലേ. ഉച്ചയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിലും രാത്രി ചെന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ കാലത്ത് ചെന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് അവിടെ ഭയങ്കര തിരക്കായിരിക്കാം കാണാൻ പറ്റുന്നത്. റിസപ്ഷനിൽ തന്നെ ക്യൂ ആണ്, പല കൗണ്ടേഴ്സ് ഉണ്ട് റിസപ്ഷനിൽ തന്നെ. ആ കൗണ്ടറിലൊക്കെ നമ്മൾ ചെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ എന്താണ് ഡെഡ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ രോഗികൾ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നാ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടുത്തെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ്, they also provide a grant review and patient satisfaction survey research അല്ലെ. നല്ല രീതിയിലുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കുന്നത് വഴി നമുക്ക് എന്താണ് അവിടെ സാറ്റിസ്ഫാക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുവഴി എന്താണ് ഒരു ഗ്രാൻഡ് അംബാസിഡേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലെ അവിടെയുള്ള പേഷ്യൻസ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് എന്താണ് ഇൻഫർമേഷൻസ് എത്തിക്കുകയും മറ്റുള്ളവരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പേഷ്യൻസ് ഇപ്പൊ ഓൺലൈൻ പർച്ചേസ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ റിവ്യൂ അവര് ചോദിക്കാറുണ്ട് അല്ലെ. നമ്മുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റാറുകൾ ഇടാം, 5 സ്റ്റാർ 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ അങ്ങനെ സ്റ്റാർ ഇടാനായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട് അവിടെ. കാണാറുണ്ടോ നിങ്ങൾ? ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇല്ലേ. ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കാനായിട്ട് ഇപ്പൊ സ്റ്റാർ എത്ര സ്റ്റാർ, 5 സ്റ്റാർ ആണെങ്കിൽ നല്ല രീതിയിലുള്ള റിവ്യൂ ആണ് അവിടെ കിട്ടുന്നത്. ഇപ്പൊ 3 സ്റ്റാർ ആണെങ്കിൽ ഇത്തിരി ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ആവറേജ് മെറ്റീരിയൽ ആണ് എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് അത് പോകുന്നത് ഇല്ലേ. നമ്മൾ ചെയ്യാറില്ലേ 5 സ്റ്റാർ 4 സ്റ്റാർ ഒക്കെ കൊടുക്കാറില്ലേ? നിങ്ങൾ ആരും ചെയ്യാറില്ലേ 5 സ്റ്റാർ? ഓക്കെ. അപ്പൊ എന്താണ് അങ്ങനെ റിവ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പേഷ്യൻസിനെ ഏറ്റെടുക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഇൻഷുറൻസിന്റെ ഒക്കെ ഇൻഷുറൻസോട് കൂടിയിട്ട് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ തിരിച്ചടവ് എന്നാണ് റീഇംബേഴ്സ്മെന്റിനെ പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മനോവീര്യം കൂട്ടുക. ഓക്കെ, ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ does not have to come at the cost of employee satisfaction. ഇനി നമുക്കറിയാം എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഏറ്റവും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആരിലാണ്? പേഷ്യൻസിനാണ് അല്ലെ. രോഗി കേന്ദ്രീകൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓരോ ഹോസ്പിറ്റലിലും എന്താണ് പേഷ്യന്റ് സെന്റേർഡ് അല്ലെങ്കിൽ പേഷ്യന്റ് ഫോക്കസ്ഡ് സെന്റേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയോ? അവിടെ പേഷ്യൻസിനെ മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ? ആണോ? പേഷ്യൻസിനെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോവാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. നമുക്കറിയാം അവിടെ ഒരു ഓർഗനൈസേഷന്റെ ഏത് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാലോ അല്ലെ, സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഏതൊരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ്
ഹോസ്പിറ്റൽ ആണെങ്കിൽ പേഷ്യൻസ് ആണ് ഒരു അസറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അവരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ പോരാ, അവിടെയുള്ള ഓരോ സ്റ്റാഫിനെയും, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനെയും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരുണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് നല്ല രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവിടെ നടക്കുകയുള്ളൂ, അല്ലെ, നല്ല രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻസിനെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അവിടെയുള്ള സ്റ്റാഫിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. In fact, taking step to involve and motivate your staff is a crucial part of delivering outstanding patient care. എന്താണ് അവിടെ പറയുന്നത്, ഇറ്റ് ഇൻവോൾവ്സ്, നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ട്രെയിനിങ്ങുകള്, അവർക്ക് ഓരോ കാര്യങ്ങളും ഗൈഡ് ലൈൻസുകള്, ഗൈഡൻസുകള്, സൂപ്പർവിഷൻസുകള്, അതുപോലെ തന്നെ അവർക്ക് മനോവീര്യം, അല്ലെ, മോട്ടിവേഷൻ ഒക്കെ മനോവീര്യത്തിലും മൊറയിലും ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കൂട്ടിക്കഴിഞ്ഞ് അവർക്ക് ഓരോ ട്രെയിനിങ്ങിലൂടെയും ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെയും അവർക്ക് നല്ല രീതിയിലുള്ള നോളജും സ്കില്ലൊക്കെ ഡെവലപ്പ് ആകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് നല്ല രീതിയിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പേഷ്യന്റ് കെയർ ഡെലിവറി ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓപ്റ്റൻ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റ്. നമുക്കറിയാം ഹെൽത്ത് കെയർ മേഖല എന്ന് പറയുന്നത് വളരെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, അല്ലെ. നമുക്കറിയാം അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താ, പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കേന്ദ്രമാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ, അല്ലെ. എപ്പോഴും ഇപ്പോ കാഷ്വാലിറ്റീസ് തന്നെ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നിന്നാൽ മതി, ആംബുലൻസുകളിൽ ഇങ്ങനെ വരുന്നത് കാണാം, അല്ലെ. നമുക്ക് എന്താണ്, വളരെ തിരക്ക് പിടിച്ച സ്ട്രെസ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വർക്കും കാര്യങ്ങളും ഒക്കെ എന്താണ്, വളരെ സ്ട്രെസ് ആണ്. നമുക്ക് അവിടുത്തെ നഴ്സുമാരൊക്കെ നിങ്ങൾ 1 മിനിറ്റ് ഒന്നും ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? പലർക്കും അറിയാം, പല നഴ്സുമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ നമുക്ക് 1 മിനിറ്റ് പോലും ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത്. പല നഴ്സുമാരോട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ കസിൻസോ ആരെങ്കിലും സിസ്റ്റേഴ്സ് ഒക്കെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും, നമുക്ക് വളരെ സ്ട്രെസ് പിടിച്ചൊരു മേഖലയാണ് ഈ ഹെൽത്ത് കെയർ മേഖല എന്ന് പറയുന്നത്. നമുക്ക് 1 മിനിറ്റ് പോലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അപ്പൊ അത്രയും വളരെ സ്ട്രെസ് ഉള്ള കാര്യമാണ് ഇത് ഹെൽത്ത് കെയർ മേഖല എന്ന് പറയുന്നത്. ട്രെയിനിങ് ആൻഡ് straightening the employees make that able to perform their job to the best of their abilities and making them feel valued and increase the staff retention. അതുപോലെ തന്നെ ഇങ്ങനെ ട്രെയിനിങ്ങിലൂടെയും ഓരോ കാര്യങ്ങളിലും ഗൈഡ്ലൈൻസ് കൊടുത്ത് മോട്ടിവേഷൻ കൊടുത്ത് സ്റ്റാഫിന് ഓരോ കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ നോളജ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ആയിട്ട് അവിടെ നിന്ന് അവര് ഈ കൊഴിഞ്ഞു പോവാനായിട്ട് ഇടവരില്ല. അവിടെ തന്നെ നിലനിന്നുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, അല്ലെ. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കില്ലുകളായാലും അതുപോലെ തന്നെ നമ്മുടെ കാപ്പബിലിറ്റീസ്, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെ, നമുക്ക് നല്ല രീതിയിലുള്ള ബെറ്റർ പ്രാക്ടീസിലൂടെയും ട്രെയിനിങ് ഒക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് ഏതൊരു ഓർഗനൈസേഷനിൽ നോക്കിക്കഴിഞ്ഞാലും ഏതൊരു എംപ്ലോയിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഇംപ്രൂവ് ആവുകയാണെങ്കിൽ അവിടെ നിന്ന് പോവാനായിട്ട് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വർക്കിംഗ് എൻവയോൺമെന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് പൊളിഞ്ഞു പോവാനായിട്ടുള്ള എക്സിറ്റ് ആയി പോവാനായിട്ട് അവർക്ക് പറ്റില്ല. അവിടെ തന്നെ നിലനിർത്താനായിട്ട് അവർക്ക് നോക്കുള്ളൂ. Experienced staff know to carry out the attentive services, patient-focused services that helps to boost patient scores. എങ്ങനെയൊക്കെ patient satisfaction scores നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? അറ്റൻറ്റീവ് ആയിട്ടുള്ള സർവീസിലൂടെയും പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസിലൂടെയൊക്കെ, അല്ലെ. നമ്മൾ ഇപ്പൊ വന്നപ്പോ ഒരു നേഴ്സ്, ഒരു സിസ്റ്റർ മരിച്ചു തോർക്കുന്നുണ്ടോ നിങ്ങൾ? എന്താണ് സിസ്റ്റർ ചെയ്തത്? ആ ആരോഗ്യ അല്ലെങ്കിൽ ആ സിസ്റ്ററുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാതെ, അല്ലെ, തനിക്ക് വരും എന്നുള്ളൊരു ഉറപ്പുണ്ടായിട്ട്, അല്ലെ, പകരുന്ന ഒരു രോഗമാണല്ലോ നിപ്പ എന്ന് പറയുന്നത്. അങ്ങനെ ആ സിസ്റ്റർ തന്റെ ഹെൽത്ത് കാര്യങ്ങൾ നോക്കാതെ ആരോഗ്യം നല്ല രീതിയിൽ അറ്റൻറ്റീവ് ആയിട്ടാണ് അവിടെ അവര് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അവര് സർവീസ് ആരോഗ്യങ്ങൾക്ക് കൊടുത്തത്, അല്ലെ. ആണോ? നല്ല രീതിയിൽ അവര് പ്രവർത്തിച്ചു. പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള, അല്ലെ, നല്ല രീതിയിൽ പേഷ്യന്റിനെ കെയർ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ജീവൻ
എന്താണ് അവരുടെ ജീവൻ പോയോ, മരിച്ചവര്? നിങ്ങൾ വായിച്ചില്ലേ? നിപ്പ വന്നപ്പോ ഒരു നേഴ്സ് ആ ഓക്കെ സിസ്റ്റർ മരിച്ചത് അല്ലേ? ഓക്കെ. ജെനി എന്നാണോ പേര്? ജെനി അല്ലല്ലോ, മീന്നാന്ന് തോന്നുന്നു. പേരെന്തായിരുന്നു സിസ്റ്ററിന്റെ? ലിനി. ഓക്കെ ഓക്കെ, ലിനി. അതെ. ഓക്കെ. അപ്പോ നേഴ്സ് മരിച്ചത് അല്ലെ, വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ആ വാർത്തയൊക്കെ കേട്ടപ്പോ അല്ലെ, അവരുടെ ജീവൻ നോക്കാതെ 2 കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നു അല്ലെ, ഇതൊക്കെ ചെറുപ്രായത്തിലായിരുന്നു അല്ലെ ആ കുഞ്ഞുമക്കളുടെ അമ്മ നഷ്ടപ്പെട്ടതൊക്കെ നമുക്കൊരു വളരെ ഒരു സങ്കടമുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആയിരുന്നു അല്ലെ ആ വാർത്ത കേട്ടപ്പോൾ. അപ്പൊ എന്താണ് സിസ്റ്ററൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്ററിനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു മാലാഖ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. നഴ്സുമാരെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് മാലാഖമാരെന്ന് അല്ലെ. അതൊക്കെ ആ സിസ്റ്ററിനെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എന്താണ് നമുക്ക് മാലാഖി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ സിസ്റ്ററുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ആ രോഗികൾക്ക് വേണ്ടിയിട്ട് അവര് അല്ലെ, ആ രോഗിക്ക് വേണ്ടിയിട്ട് അവര് ചെയ്ത് പുഴിഞ്ഞു വെച്ചു എന്ന് പറയാം. ഡെഡിക്കേറ്റബിൾ ആയിരുന്നു അല്ലെ, അവർക്ക് വേണ്ടി അവര് ജോലി ചെയ്തു. പക്ഷെ നിപ്പ വന്നു, അവര് മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ ഒരു നല്ല രീതിയിലായിരുന്നു സർവീസ്, ആക്റ്റീവ് ആയിട്ടുള്ള സർവീസും പേഷ്യന്റ് ഫോക്കസ്ഡ് സർവീസുമാണ് ആ സിസ്റ്റർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു എന്താണ് ഇങ്ങനെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ നമുക്ക് എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ മനോവീര്യം നമുക്ക് ഇംപ്രൂവ് ആക്കാനായിട്ട്, നല്ല രീതിയിൽ ഡെഡിക്കേറ്റബിൾ ആയിട്ട് അർപ്പണബോധത്തോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ഹയർ പ്രൊഡക്ടിവിറ്റി. എന്താ പറയുന്നത്, ഈ ഇൻവെസ്റ്റിംഗ് ദ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യൻസ് experience can also increase the staff and provide productivity in the organization. For example, if a hospital execute secure online appointment scheduling and patient messaging, staff may spend as much as 50% less than the time on the phone with the patients. Consequently, staff can perform extra tasks which allows us to run the learner office. Besides, when the hospital lessens the patient no-show and late cancellations, hospitals have less time in scheduling and can maximize the patient time and related billing. അപ്പൊ ഇവിടെ പറയുന്നത് ഹയർ പ്രൊഡക്ടിവിറ്റി. നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി നമുക്ക് ഹയർ ആക്കാൻ പറ്റുന്നത്? ഒരു പേഷ്യന്റിനെ അല്ലെ, ഒരു എന്താണ് ഈ എന്താണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങിലൂടെയൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടും പല ട്രെയിനിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങളിപ്പോ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സംവിധാനത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കാത്ത ഹോസ്പിറ്റൽ ഒന്നും ഉണ്ടാവില്ല ഇല്ലേ. ഒരു ഹോസ്പിറ്റലും ഒരു കമ്പ്യൂട്ടർ പോലും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എന്താണ് അത്രയും മാത്രം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അല്ലെ. ടെക്നോളജീസ് ആയാലും ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ ആയാലും അത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, അപ്ഗ്രേഡ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിക്കാത്ത ഒരു ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോ ഒരു എന്താണ് ഇവിടെ പറയുന്നത്, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്, ഒരു 50% നമുക്ക് ഫോണിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ സ്റ്റാഫുകളുടെ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോ എന്താ, നമ്മൾ ബില്ലിംഗ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഒക്കെ എങ്ങനെയാ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് അല്ലെ. ഇപ്പോഴിപ്പോ നിങ്ങൾക്ക് ഇപ്പോ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഡോക്ടറെ ഇഷ്ടമുള്ള ടൈമില് ഇഷ്ടമുള്ള ഡേയില് അല്ലെ, ഇപ്പൊ നെക്സ്റ്റ് വീക്ക് വേണോ അല്ലെങ്കിൽ ഈ വീക്ക് വേണോ ഡോക്ടറെ കാണണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി നമുക്ക് തന്നെ പേഷ്യൻസ് തന്നെ സ്വയം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്
ഓൺലൈൻ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഇത്ര ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്യാഷ് കൊണ്ട് നിൽക്കുകയാണോ ചെയ്യാറ് ക്യാഷ് കൗണ്ടറിൽ? ഇല്ല, നമുക്ക് എന്താണ് GPay സംവിധാനം ഉണ്ട് അല്ലെ. സോഫ്റ്റ്വെയർ സംവിധാനം, ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് മിക്ക ആളുകളും, ഭൂരിഭാഗം അല്ലെ, ഏതാനും ചിലർ മാത്രം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ സാധനങ്ങൾ വാങ്ങിയിട്ട് ക്യാഷ് എങ്ങനെ കൊടുക്കാം? GPay ആണ് ചെയ്യാറ് അല്ലെ. ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നമ്മൾ ക്യാഷ് അടയ്ക്കുന്നത്. അതൊക്കെ എന്താണ് വളരെ സൗകര്യങ്ങളാണ് പേഷ്യൻസിനായാലും സ്റ്റാഫുകൾക്കായാലും ഇല്ലേ. ഇപ്പോ നമ്മള് രജിസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിക്കാനായിട്ട് അവിടെ ക്യാഷ് കൊടുത്തു, അതിനുശേഷം നമ്മൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ക്യാഷ് കൗണ്ടറിൽ നല്ല തിരക്കായിരിക്കും അല്ലെ. ക്യാഷ് വാങ്ങിക്കാനായിട്ട് ഒരു സ്റ്റാഫ് വേണം, അത് എൻട്രി ചെയ്യാനുണ്ട്, അങ്ങനെ പല നേരങ്ങളാകുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ ടൈം എടുക്കും ഇല്ലേ. പക്ഷെ എന്താണ് ഇപ്പൊ GPay ചെയ്യുന്നതൊക്കെ വഴി നമുക്ക് എന്താണ്, അത് കസ്റ്റമേഴ്സ് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. പേഷ്യൻസ് തന്നെയാണ് അതൊക്കെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അവരുടെ സ്റ്റാഫുകൾക്ക് അവിടെ എന്താ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് പേഷ്യൻസ് തന്നെ ആയതുകൊണ്ട് പല കാര്യങ്ങൾക്കും അവരുടെ വർക്ക്, സ്റ്റാഫുകളുടെ വർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലേ. കുറെ കാര്യങ്ങൾ പേഷ്യൻസ് തന്നെ ചെയ്തുകൊണ്ട്, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതായാലും ഇങ്ങനെ ബില്ല് അടയ്ക്കുന്നതായാലും പേഷ്യൻസ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളുടെ മറ്റു വർക്കുകൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ടും എന്താണ് ഇപ്പോ മറ്റുള്ള അവരുടെ കിട്ടുന്ന ആ ടൈം, ബാക്കിയുള്ള ടൈമൊക്കെ പേഷ്യൻസിന്റെ കൂടി ഇരിക്കാനായിട്ടും അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താണ് ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വരാനായിട്ടും ഹോസ്പിറ്റലിലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവാനായിട്ടും കാരണമാകുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ പോയിന്റിലും പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോ എന്താണ്? റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല് എന്താ റെപ്യൂട്ടേഷൻ? എന്താ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല് എന്താ മീനിങ്? Satisfied patients can improve your reputation in many ways. എന്താണ് സാറ്റിസ്ഫൈഡ്, സംതൃപ്തിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ കൂട്ടാനായിട്ട് കുറെ വേസുകൾ ഉണ്ടെന്നാ പറയുന്നത്, വഴികളുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. പ്രശസ്തി നിലനിർത്താനായിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് എന്താണ്? HPS. അതിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിയാൽ മതി, എഴുതിയെടുക്കാം. ഹോസ്പിറ്റൽ കൺസ്യൂമർ hospital consumer assessment of healthcare providers and systems. Hospital consumer assessment of healthcare providers and systems. Okay, clear ആയോ? ഈ എന്താണ് HCAP? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, HCA-HPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ഈ പേഷ്യൻസിന്റെ സർവേ, നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പറഞ്ഞില്ലേ, അത് തന്നെയാണ് കേട്ടോ ഇവിടെ ഇതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ്, HCA-HPS scores are public specifically, so people can learn about the physicians
they can consult and make an informed choice about their health care. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഈ വെബ്സൈറ്റിൽ നമുക്ക് ഇപ്പോ ഓരോ നിങ്ങളെ കയറി നോക്കിയിട്ടുണ്ടാവാം ചില ആളുകള് ഈ എന്താണ് ഈ ഓരോ ഹോസ്പിറ്റലിലെ വെബ്സൈറ്റുകളുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇപ്പോ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇപ്പോ നമ്മളെ എറണാകുളത്തുള്ള ആസ്ട്രൽ മെഡിസിറ്റി ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീനൈൻ മെഡിസിറ്റി, അതുപോലെ തന്നെ അമൃത ഹോസ്പിറ്റൽ, ഇതൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വരും അല്ലേ? ആ വെബ്സൈറ്റിൽ എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതിനെ കുറിച്ചുള്ള റിവ്യൂകൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, പുതിയ പുതിയ ടെക്നോളജീസ്, അവിടെ ഡോക്ടേഴ്സ് എത്ര പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ വെബ്സൈറ്റിലൂടെ അറിയാൻ പറ്റും അല്ലെ. എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്, അതുപോലെ തന്നെ എന്താണ് കുറെ കാര്യങ്ങൾ അല്ലെ, അവിടെ റിവ്യൂ, ഓരോരുത്തരുടെ റിവ്യൂ, അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് ഡോക്ടേഴ്സിന്റെ വിവരങ്ങളായാലും, അതുപോലെ തന്നെ എന്താണ് ഡോക്ടേഴ്സിന്റെ ഓരോ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലെ രോഗിയുടെ ഈ സർവേകള് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നതിലൂടെ നമുക്ക് എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടേഴ്സ്, അവരുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ വിവരങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവരിഷ്ടപ്പെടുന്ന ഡോക്ടേഴ്സ്, അവിടെ കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്ന സർവീസുകൾ എന്താണ് അല്ലെ, എങ്ങനെയാണ് ഓരോരുത്തരുടെയും റിവ്യൂസുകൾ നമുക്ക് ഈ സർവേയിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വെബ്സൈറ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്യുന്നതിലൂടെയും ഹോസ്പിറ്റലിന്റെ എല്ലാ നിലവാരങ്ങൾ അല്ലെ, ഇപ്പൊ നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും നല്ല ടോപ്പായിട്ട് നിൽക്കുന്ന ഹോസ്പിറ്റലുകൾ ഏതെല്ലാമാണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റലിലെ നിലവാരം, സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, ഏതാണ് ടോപ്പ് സ്കോറിലേക്ക് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് ഈ വെബ്സൈറ്റ് വഴി നമുക്ക് സാധ്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, സെക്കൻഡ് പോസിറ്റീവ് സ്കോർസ് മേക്ക് ദ ഓർഗനൈസേഷൻ much more attractive options. Additionally, the hospital can utilize the automated message to ask the patient for feedback after their appointments. Some programs എന്തുപറ്റി ഇമോജിയൊക്കെ മാറിപ്പോകുന്നുണ്ടല്ലോ. Some programs involve follow-up questions with the easy to follow links to ask content patients to okay, കുഴപ്പമില്ല കേട്ടോ. Some programs involve follow-up questions, easy to follow links to ask content patients to leave reviews on hospital, Google, business profiles or other platforms. And finally, happy patients will suggest the hospital to friends and family. When it comes to referrals, word of mouth is the gold standards. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് എന്താണ്, ഒരുപാട് ആളുകളെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്, ഒരുപാട് ആളുകൾ അല്ലെ ഇന്ന ഹോസ്പിറ്റൽസുകൾ, അവർക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽസുകൾക്ക് ചൂസ് ചെയ്യാനായിട്ട് അവർക്ക് സൗകര്യമുണ്ട് അല്ലെങ്കിൽ ചാൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള റിവ്യൂകള്, ഓരോ ഹോസ്പിറ്റലിന്റെ റിവ്യൂകൾ കാണുന്നതിലൂടെയും ഓരോ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റുകള് ഇപ്പൊ നമുക്ക് എന്താണ് ഈ ക്രോമിലൂടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ റിവ്യൂകൾ കാണാൻ പറ്റും, ഡോക്ടേഴ്സിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും, ഏതൊക്കെ സ്പെഷ്യലിസ്റ്റുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഏതൊക്കെയാണ് പുതിയ ഫെസിലിറ്റീസ്, പുതിയ ഇന്നോവേഷൻസ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടെക്നോളജീസിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നമുക്ക് ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചൂസ് ചെയ്യാൻ സൗകര്യമാണ്. ഈ അപ്പോയിന്റ്മെന്റിന് ശേഷം പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നതും ലിങ്ക് വഴി നമുക്ക് ചെയ്യാൻ പറ്റും ആ വെബ്സൈറ്റിലൂടെ ഒക്കെ. ഇപ്പോ നമ്മൾ ഓൺലൈനിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സാധനം, ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് അവർ പറയാറുണ്ട് ഫീഡ്ബാക്ക് ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടോളൂ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താണ് ആ പ്രൊഡക്റ്റിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെ
ആ വെബ്സൈറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയുന്നതിലൂടെ അത് നല്ല ബെറ്റർ സർവീസ് ആണോ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ പേഷ്യൻസിന്റെയും ഹോസ്പിറ്റലിൽ ഡോക്ടറെ വന്ന് കണ്ട് അവരുടെ ഫീഡ്ബാക്കുകൾ എങ്ങനെയാണ് ലിങ്കിലൂടെ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വെബ്സൈറ്റ് ആണ് കേട്ടോ, പ്ലാറ്റ്ഫോംസ് ആണ്. അതുവഴി അപ്പോയിന്റ്മെന്റിന് ശേഷം പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ലിങ്ക് വഴി നമുക്ക് ഫീഡ്ബാക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ലിങ്ക് വഴി നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കണ്ടുപോയി ആ ലിങ്ക് വഴി നമുക്ക് അവിടുത്തെ ഫീഡ്ബാക്കുകൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ റിവ്യൂ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ, അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ, ഹാപ്പി പേഷ്യൻസ് ആണോ എന്നുള്ളത്. ഇനി ഹാപ്പി പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ഫാമിലീസിനോടും ഫ്രണ്ട്സിനോടും മറ്റു നൈബേഴ്സിനോടൊക്കെ എല്ലാവരോടും അവരെന്ത് ചെയ്യുന്നുണ്ട്, സജസ്റ്റ് ചെയ്യല്ലേ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാല് വാമൊഴിയിലൂടെ അല്ലെ, വായ കൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഹാപ്പി പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് നമ്മള് വാമൊഴിയിലൂടെ ആളുകളോട് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് അതിന്റെ ആ നിലവാരം, ആ ഹോസ്പിറ്റലിലെ നിലവാരം എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് റെപ്യൂട്ടേഷൻ, പ്രശസ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താ ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. Satisfied patients are also normally more complaints, which means they are more probable to get better or efficiently manage chronic health issues. Consequently, they feel better and like a hospital treatment and care make a difference to their well-being and quality of life. This also leads them to remain loyal to the hospital and show for their appointments, generating cycle of patient satisfaction benefit. ഇനി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്താണ് അവർക്ക് കംപ്ലൈന്റ്സ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തി ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഈ ക്രോണിക് ഹെൽത്ത് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവരൊക്കെ എന്താണ് ഒരു ഡോക്ടറെയാണ് സ്ഥിരം കാണുന്നതെങ്കിൽ ആ ഡോക്ടറെ തന്നെ കാണിക്കും അല്ലെ. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ ആ പേഷ്യൻസിൽ എന്താണ് ആ ഡോക്ടറുമായിട്ടൊരു വിശ്വസ്തത ഉണ്ടാവും അല്ലെ. ആ ഡോക്ടറെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു രോഗം വന്നിട്ടുണ്ടെങ്കിലും ആ ഡോക്ടറെയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഡോക്ടറെ കാണിച്ചാൽ മാത്രമാണ് എനിക്ക് രോഗം മാറുക എന്നുള്ളൊരു വിശ്വാസം ആ പേഷ്യൻസിൽ ഉണ്ടാവും. എന്ത് രോഗം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ഡോക്ടറെ അടുത്ത് പോയാൽ മതി എന്ന് പറയാറുണ്ട് ഇല്ലേ. അപ്പാപ്പന്മാരായാലും അമ്മമാരായാലും അല്ലെങ്കിൽ നമ്മളായാലും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറ്. നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കണ്ടാൽ മതി. അപ്പൊ എന്താണ് ഒരു വിശ്വാസമാണ്. ചിലപ്പോ ഞാൻ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താണ് വീട്ടിൽ നിന്ന് പനിയായിട്ടൊക്കെ ആയിരിക്കാം കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വേർത്ത് കുളിച്ച് അല്ലെ പനിയൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെ. അപ്പൊ എന്നാ അത്ര വിശ്വാസമാണ് ആ ഡോക്ടറെ. മരുന്ന് കഴിച്ചില്ലെങ്കിലും ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഡോക്ടർ പറയുന്നത് അവർ കേൾക്കാറുണ്ട്. പ്രായമായവരൊക്കെ ഇപ്പൊ വീട്ടിലുള്ള ആൾക്കാർ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്ന അസുഖം വരും, അല്ലെങ്കിൽ എന്താണ് അത് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്, ശ്വാസം മുട്ട് കൂടാൻ ചാൻസ് ഉണ്ട്, അമ്മ ഇന്നത് കഴിക്കല്ലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമ്മൾ പറയുമ്പോ എന്താണ് ഇല്ല. ഇനി ഡോക്ടർ പറയുമ്പോ എന്താണ് അത് കഴിക്കാൻ പാടില്ല കേട്ടോ, ഇത് ബുദ്ധിമുട്ട് വരും എന്ന് പറയുമ്പോ അവരനുസരിക്കാറുണ്ട് ഇല്ലേ. വീട്ടിലുള്ളവര് പറഞ്ഞിട്ട് കേൾക്കാത്തവര് ഡോക്ടർ പറഞ്ഞിട്ട് കേൾക്കുന്നവരുണ്ടാവാം ഇല്ലേ. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും എന്താർക്കെങ്കിലും? വീട്ടിലുള്ള മുതിർന്നവരൊക്കെ അങ്ങനെ അവര് പറഞ്ഞിട്ട്, എന്റെ മദർ ഇൻ ലോയൊക്കെ എന്താ ഇപ്പോ നമ്മള് പനിയോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവര് ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി പിടിക്കാത്തവരാ. ഇനി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടർ പറയും 2 നേരം അല്ലെങ്കിൽ 1 നേരമൊക്കെ ആവി പിടിക്കണം കേട്ടോ, എന്നാലേ ഇത് ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് മാറുള്ളൂ എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ ആവി പിടിക്കാനായിട്ട് വെച്ച് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ലേസർ വെച്ച് കൊടുക്കുമ്പോ ആള് പിടിക്കുന്നത് കാണാം. അല്ലെങ്കിൽ പറയും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കോട്ടയം പുല്ലെന്നുള്ള രീതിയിലാണ് ആൾ എടുക്കുന്നത്. പക്ഷെ അവര് ഡോക്ടർ പറയുമ്പോ എന്താ ഞാൻ പിടിച്ചോളാം എന്നാലേ മാറുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരെടുക്കുക അല്ലെ. അങ്ങനെയാണ് പലരും അങ്ങനെയാണ്, നമ്മൾ പറയുമ്പോ കേൾക്കില്ല. ഓക്കെ,
അപ്പോ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നമുള്ളവര് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞത് കേൾക്കാനായിട്ട് തയ്യാറാവും. അപ്പൊ എന്താണ് അങ്ങനെ തയ്യാറാവുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതി, അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ആകും അല്ലെ. അങ്ങനെ നമ്മൾ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇപ്പൊ ആവി പിടിക്കണം, അല്ലെങ്കിൽ 2 നേരം ആവി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ശ്വാസമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പൊ എന്താണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ആവാനും ചാൻസ് ഉണ്ട്, ഇൻക്രീസ് ആവും അല്ലെ, ഇങ്ങനെയുള്ള രീതിയിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ശ്വാസം മുട്ട് കുറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ആകും അല്ലെ. അപ്പൊ അങ്ങനെ ഈ സാറ്റിസ്ഫൈഡ് ഉള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് പറയാനായിട്ട് ഇടവരും. അപ്പോ എന്താണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ഇമേജ് ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു സൈക്കിള് എന്താണ് പറയുന്നത്, ഇങ്ങനെ ഈ എന്താണ് പുതിയ പേഷ്യൻസ്, നമ്മള് പഴയ പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള അനുഭവം മറ്റുള്ളവരോട് പറയുമ്പോൾ പുതിയ പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് ഇടവരും. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് കൂടും അല്ലെ. പേഷ്യൻസ് വരുമ്പോൾ അപ്പോയിന്റ്മെന്റ്സ് കൂടുന്നു, അതുവഴി പേഷ്യൻസ് ഉണ്ടാകുന്നു. അത് അങ്ങനെ പറയുമ്പോൾ ഈ ഡോക്ടറെ കണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും പുതിയ പേഷ്യൻസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്, അവർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലെ. അങ്ങനെ ഒരു സൈക്കിൾ രീതിയിൽ ഇങ്ങനെ തുടർന്നു പോകും. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റലിലെ എന്താ പിന്നെ പേഷ്യൻസിന്റെയും ബെനഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ആണ് ways to improve patient satisfaction. Patient satisfaction improve ചെയ്യാനായിട്ടുള്ള വഴികൾ. How can patient satisfaction be improved?
highly effective strategies for enhancing patient satisfaction score spins around creating an environment is in which a patient have a positive overall experience with the all members to their medical team. എന്താണ് patient satisfaction score improve ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു തന്ത്രം അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഓവറോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ പേഷ്യൻസിന് കിട്ടുന്ന എക്സ്പീരിയൻസ് പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അല്ലെ ഒരു നമുക്ക് നല്ല രീതിയിലുള്ള സ്കോർ കിട്ടാനായിട്ടുള്ള ഒരു ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 8 ക്രിയേറ്റീവ് വേസ് ടു ഇൻക്രീസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള 8 ക്രിയേറ്റീവ് വേ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, 8 വേയും അല്ലെങ്കിൽ 8 വഴികളും നിങ്ങൾ വായിച്ചു വെക്കണം കേട്ടോ, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? എൻഷുവർ ടൈംലി ഫോളോ അപ്സ്. എന്താണ്? കറക്റ്റ് ആയിട്ടല്ലേ ഉറപ്പുവരുത്തുക. എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക അല്ലെ, സമയബന്ധിതമായിട്ട് ഫോളോ അപ്പുകള് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് നടത്തുക കൃത്യമായിട്ട് ടൈമിലി അത് നടത്തേണ്ടത് അത്യാവശ്യമാണ്. Focus on communication between providers and patients. അല്ലെ, അവരെ കേൾക്കാനായിട്ട് നല്ല രീതിയിൽ അവരെ ആവശ്യങ്ങൾ നീഡ്സുകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് വെക്കണം അല്ലെ. ആരുമായിട്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇനി എന്താണ്? മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് ദ പേഷ്യൻസ്. അപ്പൊ എന്താണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാല്? സുതാര്യത അല്ലെ, സുതാര്യമായ ഇപ്പോ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. ഏതാണ് ടേബിള്? ഏത് ടേബിളാണ്? ടേബിളല്ല ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്ററിലെ ടേബിളോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ടേബിൾ ആണോ? ആ 5 റീസൺസിന്റെ ടേബിൾ ആണോ ഉദ്ദേശിക്കുന്നത്? ആ റീസൺസിന്റെ ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ കേട്ടോ, ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ടേബിൾ പഠിക്കേണ്ട, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അത് ജസ്റ്റ് ഒരു മോഡൽ പോലെ കൊടുത്തിരിക്കുന്നതാണ്. ബാക്കി മറ്റേ ടേബിൾ റീസൺസിന്റെ ടേബിൾ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു മെയിൻ എക്സാമിന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, മൊഡ്യൂൾ എക്സാമിനൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പോ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റണം, കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ്? മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് ദ പേഷ്യൻസ്. സുതാര്യമായ അല്ലെ, എന്താണ്? ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഡോക്ടർ കുറെ കാര്യങ്ങൾ രോഗിയോട് പറഞ്ഞു, പക്ഷെ രോഗിക്ക് ഒന്നും മനസ്സിലായില്ല. ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ രോഗിയോട് പറഞ്ഞു കൊടുത്തു, പക്ഷെ രോഗിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആൾക്ക് പറയാനായിട്ട് പറ്റില്ല എന്താണെന്നുള്ളത്. അപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിനോട് പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കാം അല്ലെ, ഒരു ക്ലാരിറ്റി ഉണ്ടാവാം. എന്താണ്? കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിലവര് പറയും, കുറെ കാര്യങ്ങൾ പറയും, പക്ഷെ നമുക്ക് ചിലപ്പോ ഒന്നും അതിന്റെ കണ്ടന്റ് എന്താണ്, അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. മനസ്സിലായില്ലേ ചിലവര് പറയുന്നത് അല്ലെ? അപ്പൊ എന്താണെന്നുള്ളത് കുറെ അങ്ങോട്ട് വിവരിക്കാതെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്നുള്ളത് നമ്മള് ഇപ്പൊ എക്സാമിനായാലും നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോ എന്താണ്, കുറെ കാര്യങ്ങൾ എഴുതും, പക്ഷെ മാർക്ക് കിട്ടില്ല. ടീച്ചറോട് ചോദിക്കുമ്പോ എന്താ, അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഇല്ല എന്നുള്ള പറയുള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ഇപ്പൊ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് മരുന്നുകൾ കഴിക്കാം, എന്തൊക്കെയാണ് നമ്മൾക്ക് ഫുഡുകൾ കഴിക്കേണ്ടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കുക. ഓക്കെ, ക്ലാരിറ്റിയോട് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുക. പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ് അല്ലെ. വെയിറ്റിംഗ് ടൈം നമ്മള് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫസ്റ്റ് മൊഡ്യൂളിൽ തുടങ്ങി പഠിച്ചിട്ടുള്ളതാണ്. അവരെ കുറെ അധികം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നല്ല രീതിയിൽ എന്താണ് പെട്ടെന്ന് തന്നെയുള്ള കാര്യങ്ങൾ ചെയ്ത് വേഗം വീട്ടിലേക്ക് വിടാനായിട്ട് ശ്രമിക്കാം. പിന്നെന്താ, സ്ട്രൈവ് ടു ഇംപ്ലിമെന്റ് പ്രൊസീജിയേഴ്സ് ടു എഡ്യൂക്കേറ്റ് പേഷ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ചികിത്സാ പദ്ധതികളെ കുറിച്ച് രോഗികളെ പഠിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക.
എന്ന് പറഞ്ഞാല് ചികിത്സാ പദ്ധതികളെ കുറിച്ച് രോഗികളെ പഠിപ്പിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് ആൾക്ക് എന്ത് കൊടുക്കണം? നമ്മള് ക്യാൻസർ ആണ് നമ്മള് എന്താ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ, അയ്യോ ഇനി ഞാൻ മരിക്കോ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇനി എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് എന്നുള്ളതൊരു ഭയമായിരിക്കും. അപ്പൊ അയാൾക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്താ? ഒരു ആത്മധൈര്യമാണല്ലോ കൊടുക്കേണ്ടത്, ഒരു മനോധൈര്യം കൊടുക്കുക. അതുപോലെ തന്നെ രോഗികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം, ഏതൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ സ്റ്റോപ്പ് ആക്കേണ്ടതുണ്ട്, ഏതൊക്കെ ഫുഡുകൾ കഴിക്കണം എന്നുള്ളത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ കീമോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സുകൾ അല്ലെ, വൊമിറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ മുടി കൊഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് ചിലപ്പോ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിനൊരു മരുന്നിന്റെ ഡോസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാം, ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ധൈര്യം കിട്ടും അല്ലെ, ഞാൻ നിങ്ങൾക്ക് ഇത് മാറ്റിത്തരാം അല്ലെ. ഓരോ ഡോക്ടേഴ്സും ഇപ്പൊ ക്യാൻസർ മാത്രമല്ല, വേറൊരു അസുഖം ഇപ്പൊ കാലുവേദന അല്ലെങ്കിൽ മുട്ടുവേദന, തേയ്മാനം, ഇതൊക്കെ ആയിട്ട് നമ്മൾ ഓരോ പേഷ്യൻസും ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ ഡോക്ടർ പറയാറുണ്ട് അല്ലെ, ഇതൊരു 3 മാസം അല്ലെങ്കിൽ 1 വർഷം മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ, ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരാം. അങ്ങനെ പറയുമ്പോഴത്തേനും എന്താണ്, നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമായിരിക്കും, ഒരു ധൈര്യം കിട്ടും അല്ലെ. ഇത് 6 മാസം കഴിക്കേണ്ട ആവശ്യമുള്ളൂ, അത് മുട്ട് തേയ്മാനമാണ്, അത് ഇപ്പൊ ആയുർവേദ ഡോക്ടറൊക്കെ എന്റെ മദറിനൊക്കെ അങ്ങനെയുള്ള ഒരു മുട്ട് തേയ്മാനം ഉണ്ട്. അപ്പൊ അത് ഇപ്പോ ഡോക്ടർ പറഞ്ഞത് ഞാൻ നിസ്സാര കാര്യമുള്ളൂ, കുഴപ്പമില്ല, അത് ഫസ്റ്റ് തുടക്കമാണ്, അപ്പൊ അത് ഒരു 6 മാസം മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 മാസം 1 വർഷം മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് ഇത് മാറ്റിത്തരാന്ന് പറയുമ്പോഴത്തേനും എന്താണ്, നമുക്കൊരു ധൈര്യം കിട്ടുന്നുണ്ട് അല്ലെ, ധൈര്യം വരും. അവർക്ക് ആദ്യം എന്ത് കൊടുക്കണം? അവർക്ക് ധൈര്യം കൊടുക്കണം നമ്മള്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ എല്ലാ കാര്യങ്ങളും ട്രീറ്റ്മെന്റ് തുടങ്ങാം. മരുന്നുകൾ ഇത്ര മരുന്നുകൾ കഴിക്കണം, അല്ലെങ്കിൽ കഷായം കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇത്രയും മാസം കഴിച്ചാൽ മതിയല്ലോ, അപ്പൊ നമ്മളൊന്ന് നടന്നു കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കാൽവേദന ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിലാണല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ധൈര്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഒരു സമാധാനം, ഒരു സംതൃപ്തി ആയിരിക്കും കിട്ടുന്നത്, ഒരു ധൈര്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എന്താ, അപ്പൊ അതാണ് പറയുന്നത്, ചികിത്സാ പദ്ധതികളെ കുറിച്ച് രോഗികളെ പഠിപ്പിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കാം. ധൈര്യം കൊടുക്കുക, ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരില് പറഞ്ഞ് മനസ്സിലാക്കുക, ബോധ്യവാന്മാരാക്കുക. യൂട്ടിലൈസ് 6th one ആണ്, യൂട്ടിലൈസ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ് ടു അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സർവേ അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. ഈ സർവേയിലൂടെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ അനുസരിച്ചിട്ട് നമുക്ക് അവരുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അളവുകോലാണ് അല്ലെ, അത് അളക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, implement their technological support system for a greater facility efficiency. എന്താണ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ടെക്നോളജിക്കലി ഇപ്പോ എക്യുപ്മെന്റുകള്, പല മെഷീൻസുകള്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, എക്യുപ്മെന്റുകളായാലും അതാണ് ടെക്നോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. മെഷീൻസ്, എക്യുപ്മെന്റ്സ് ഒക്കെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഗ്രേറ്റർ ഫെസിലിറ്റീസ് അല്ലെ, നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ടുള്ള ഗ്രേറ്റർ ഫെസിലിറ്റീസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ, ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. എന്താണ്, അവർക്ക് ഒരു അന്തരീക്ഷം, നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷവും, അതുപോലെ തന്നെ എന്താണ് അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കാരം അല്ലെ, അവരുടെ കൾച്ചർ, അതുപോലെ തന്നെ ഒരു നല്ലൊരു എൻവയോൺമെന്റ്, ഫെസിലിറ്റി എൻവയോൺമെന്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള 8 ways എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ.
ബോറടിച്ച ക്ലാസ് ഇത്ര വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്ര വരെ എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഡൗട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു.